വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ ഇന്നലെ ഒരു കാര്യം പ്രത്യേകം എടുത്ത് പറയുകയുണ്ടായി. ആ പ്രാങ്ക് ഒന്ന് പ്ലേ ചെയ്യൂന്ന് പറയുന്നുണ്ട്. ഇവരൊപ്പിച്ച ഒരു പ്രാങ്കിനകത്ത് നമ്മുടെ അക്ബർ ആണ് മോശമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ നടത്തുന്നതും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്നും ആണ് ഹൗസിലുള്ളവരെല്ലാവരും പറയുന്നത്. പക്ഷേ അതിൻ്റെ സത്യാവസ്ഥ എന്തുവാണെന്ന് പൊളിച്ചു കാണിച്ചിരിക്കുകയാണ് ഇന്നലെ ലാലേട്ടൻ. ഒനിൽ, അക്ബർ, നമ്മുടെ ജിസേൽ ഇത്ര പേരോട് ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷാനവാസും ഉണ്ട്. അപ്പം ജിസേൽ പറയണ ആര്യന് കോമൺ സെൻസ് ഇല്ല. അപ്പോൾ ഒനിൽ സംസാരിച്ചു തുടങ്ങി. ഈ ബിഗ് ബോസ് സീസണിലെ ഏറ്റവും വലിയ തമാശയാണ് ലക്ഷ്മി എന്നാണ് ഒനിൽ പറഞ്ഞു തുടങ്ങിയത്. ജിസേൽ പറയുന്നുണ്ട്, എന്നോട് അവൾക്ക് വന്നപ്പോൾ ഭയങ്കര സ്നേഹമായിരുന്നു, നല്ല ഫ്രണ്ട്ഷിപ്പായിരുന്നു. പക്ഷേ ഈ മണ്ടൻ അവളുടെ ട്രാക്കിലോട്ട് പോയപ്പോഴത്തേന് എന്നോട് അവൾക്കിപ്പോൾ ഇഷ്ടമില്ലെന്ന് ജിസേൽ പറയുന്നുണ്ട്. അപ്പം മണ്ടൻ എന്ന് പറഞ്ഞപ്പോഴത്തേന് അക്ബർ, ഒനിൽ, ഷാനവാസ് എല്ലാവരും ചിരിക്കുന്നുണ്ട്. ലാലേട്ടൻ ആര്യനെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, ആര്യൻ ഇതിൻ്റെ ഒരു സൂത്രധാരൻ അക്ബർ ആണെന്ന് തോന്നുന്നുണ്ടോ? അക്ബർ ഒരു ശവന്തീനി കഴുകനാണെന്ന് എന്തോ മറ്റോ ആരൊക്കെയോ ഇവിടെ പറയുന്നത് കേട്ടല്ലോ. അതേ ലാലേട്ടാന്ന് ആര്യൻ പറയുന്നുണ്ട്. ആരാ അക്ബറിനെ പറ്റി അങ്ങനെ പറഞ്ഞ ശവന്തീനി കഴുകനെന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. അപ്പം അക്ബർ പറയാണ്, അത് ഷാനവാസാണ് പറഞ്ഞത്. അപ്പോൾ ഷാനവാസ് എണീറ്റ് നിന്നിട്ട് പറയുന്നുണ്ട്, ഇവിടെ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു, അതിൽ ഇവിടുത്തെ പ്രവൃത്തികൾ വെച്ച് അവന് കിട്ടിയത് കഴുകാനായിരുന്നു. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പം അതിനകത്ത് ബാക്കിയുള്ളത് അവനതൊരു വലിയ ഇഷ്യൂ ആക്കിയെന്ന് പറഞ്ഞിട്ട് ചിരിക്കുന്നുണ്ട് ഷാനവാസ്. അക്ബർ എണ്ണീച്ച് നിന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ശവന്തീനിയാണെന്നുണ്ടെങ്കിൽ ആൾ ഇൻഡയറക്റ്റായിട്ട് പറയുന്നുണ്ട് പുള്ളി ഒരു ശവമാണെന്ന്. അപ്പോൾ ആ ശവം തിരുന്നതിനകത്ത് എന്താ പ്രശ്നം? ഷാനവാസ് പറയുന്നുണ്ട്, അവനത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, കണ്ടോ, അതാണ് ഈ ഒരു പ്രശ്നം. അക്ബർ ജിസേലിനോട് സംസാരിക്കുന്നത്, ജിസേലിനോട് പറഞ്ഞ് മനസ്സിലാക്കിയാണ്. ഒനിൽ ഇങ്ങനെ പറഞ്ഞ് അതൊന്നും കാര്യമാക്കണ്ട, ഇനി അത് നിങ്ങൾ ഫ്രണ്ട്ഷിപ്പ് അല്ലേ, അപ്പം നിങ്ങളിനി അതിൻ്റെ പുറകെ പിടിക്കേണ്ട, ആ പ്രശ്നം അങ്ങ് വിട്ടേരെ എന്നാണ് പറയുന്നത്. അതുപോലെ ഒനിൽ വന്നിട്ട് ജിസേലിൻ്റെ അടുത്ത് സംസാരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ അതിനകത്ത് ഇത്ര ഇഷ്യൂ ആയിട്ട് നിങ്ങൾ ഫ്രണ്ട്ഷിപ്പാണല്ലോ, അപ്പം ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല, അപ്പോൾ അക്ബറാണ് ഇങ്ങനെ പറയുന്നതെന്ന് ഇവരോട് വന്നിട്ട് സംസാരിക്കുകയാണ് ഒനിൽ. എന്തായാലും ഇന്നലത്തെ എപ്പിസോഡിനകത്ത് ലാലേട്ടൻ സ്പഷ്ടമായിട്ട് ആ വീഡിയോ പ്ലേ ചെയ്ത് കാണിക്കുന്നുണ്ട്. അക്ബർ നിരപരാധിയാണ്, അക്ബർ അല്ല ഇതൊന്നും ചെയ്യുന്നത്, ഇതെല്ലാം ചെയ്തതും സംസാരിച്ചതും ഒനിലാണ്. ഒനിൽ അക്ബറുമായിട്ട് സംസാരിക്കുമ്പം ആദ്യമേ തന്നെ പറയുന്നുണ്ട്, അക്ബർ പറയുകയാണ്, അവർ ഫ്രണ്ട്ഷിപ്പല്ലേ, നമുക്കങ്ങനെ ചിന്തിച്ചാൽ പോരെ, എന്തിനാ ആവശ്യമില്ലാതെ ഇതാകുന്നത്. അപ്പം ഒനിൽ പറയുകയാണ്, അല്ല ഞാൻ ആദ്യമൊക്കെ അങ്ങനെ കരുതിയിരുന്നത്, പക്ഷേ അതങ്ങനല്ല, നമ്മൾ എത്ര കണ്ടില്ലെന്ന് നടിച്ചെന്ന് പറഞ്ഞാൽ അതിനകത്ത് കാര്യമില്ലാതില്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന കണക്കുള്ള കാര്യങ്ങളല്ല ഇവിടെ നടക്കുന്നതെന്ന് ഒനിലാണ് സംസാരിക്കുന്നത്. അത് ലാലേട്ടൻ പ്ലേ ചെയ്ത വീഡിയോയ്ക്കകത്ത് സ്പഷ്ടമായിട്ട് കാണിക്കുന്നുണ്ട്. എന്നിട്ടും ആ ഒരു ടോക്ക് കഴിഞ്ഞതിന് ശേഷം സാബുമാനോട് ചോദിക്കുന്നുണ്ട് ലാലേട്ടൻ, എന്താ സാബുമാൻ ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായം എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, അക്ബർ അത്ര നല്ല പുള്ളി അല്ലെന്നാ എൻ്റെ ഒരിത്. കാരണം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പം ചെറിയൊരു വിഷയമാണെന്നുണ്ടെങ്കിൽ അത് ഊതി വീർപ്പിച്ച് വലുതാക്കുന്നത് അക്ബറാണെന്ന് പറയുന്നുണ്ട്. കുറേ പേര് അക്ബറിന് എതിരുള്ളവരുണ്ടല്ലോ. ആദില നൂറ അക്ബറിനെതിരാണ്, ഷാനവാസ് അക്ബറിനെതിരാണ്. പിന്നെ ഒനിലും ബാക്കിയുള്ളവരോടിരുന്ന് ചിരിച്ചുകൊണ്ട് സാബുമാൻ പറയുന്നത് ഓക്കെ എന്നുള്ള രീതിയിൽ സംസാരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇന്നലത്തെ വീഡിയോയിൽ നിന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാം അക്ബർ നിരപരാധി.